ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? ഞങ്ങളിന്ന് ഒരു മൂകാംബിക ട്രിപ്പിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. ഞങ്ങൾ ആദ്യം ഉടുപ്പിയിലേക്കാണ് പോയത്. അവിടെ പോയി കണ്ണനെ കണ്ട് തൊഴുത് ഞങ്ങൾ പിന്നെ മുരുടേശ്വരത്തേക്ക് യാത്ര തിരിച്ചു കേട്ടോ. മുരുടേശ്വരത്തെത്തി അവിടെ ഭഗവാനെ കണ്ട് തൊഴുത് ബീച്ചിലൊക്കെ ഇറങ്ങി കുട്ടികൾ കുറച്ച് നേരം അവിടെ കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ മുട്ടുവേദനയൊക്കെ ഉള്ള 2-3 ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് അങ്ങനെ ഇറങ്ങി നടക്കാനൊന്നും കഴിയാത്തതുകൊണ്ട് ഒരു ലിഫ്റ്റ് പോലത്തെ സാധനത്തിൽ കയറിയിട്ട് മുരുടേശ്വരം ഫുള്ള് കാണാനുള്ളൊരു അവസരം ലഭിച്ചു കേട്ടോ. അതിന് 50 രൂപയോ 100 രൂപയോ കണ്ട് ഫീസും ഉണ്ട്. എന്നിട്ട് അവരങ്ങനെയൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ ഒരു യാത്ര തിരിച്ചത് കുടജാദ്രിക്ക് പോകാനാണ് കേട്ടോ. കുടജാദ്രിക്കുള്ള യാത്ര എന്ന് പറഞ്ഞത് ഒരു വൈകുന്നേരം 4 മണിയൊക്കെ ആയി. അപ്പോഴത്തേക്ക് ശക്തമായ മഴയും കാറ്റുമായിരുന്നു. നല്ല ഇടിയും മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ പോകണമെന്നും ചിലർ പോകണ്ടെന്നൊക്കെ ഉള്ള അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്നാലേ നമ്മൾ എപ്പോഴും വരുന്നില്ലല്ലോ, ആദ്യമായിട്ട് കുറേ വർഷങ്ങളായിട്ട് ആദ്യമായിട്ടുള്ളൊരു യാത്രയല്ലേ എന്നും പറഞ്ഞ് നമുക്ക് പോവാമെന്നും പറഞ്ഞ് അങ്ങനെ വന്ന് അപ്പോഴത്തേക്ക് ഞങ്ങൾ മേലെ എത്താറായപ്പോഴത്തേക്ക് ഇടിയും മഴയൊക്കെ കുറഞ്ഞു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ യാത്രയായി അവിടെ എത്തി പത്മപീഠത്തിൻ്റെ അവിടെ എത്തി കണ്ട് തൊഴുത് ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. ഇരുന്നാണ് അല്ലെങ്കിൽ തന്നെ ഇടയ്ക്ക് റെസ്റ്റ് എടുത്താണ് കേട്ടോ ഞങ്ങൾ കുടജാദ്രി മല കയറിയത് തന്നെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് റൂമിലെത്തി വൈകുന്നേരം മേലൊക്കെ കഴുകി മൂകാംബിക ദേവിയെ കാണാൻ വേണ്ടി തൊഴാൻ പോയി. രാത്രിയായിരുന്നു കേട്ടോ. തൊഴുത് കണ്ടിറങ്ങിയിട്ട് ഞങ്ങൾ കഷായം കുടിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിന്നു. അങ്ങനെ രാത്രി കഷായം കുടിച്ച് പിന്നെ റൂമിൽ തിരിച്ചെത്തിട്ടോ. പിറ്റേന്ന് രാവിലെ വീണ്ടും ഞങ്ങൾ ഒന്നും കൂടെ തൊഴാൻ പോയി. അങ്ങനെ മൂകാംബിക അമ്മയെ കണ്ടു തൊഴുതു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങി ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങളങ്ങനെ പോകുന്നു കേട്ടോ. അതിനുശേഷം ഡ്രൈവർ ഞങ്ങളെ കുടക് വഴി ഒരു ഇതിലാണ് കാണിക്കാൻ കൊണ്ടുപോയത് കേട്ടോ. പാർക്ക് പോലുള്ളൊരു സ്ഥലം. ആ പാർക്ക് പോലുള്ള സ്ഥലത്ത് എല്ലാവരും ഞങ്ങൾ കുറേ നേരം ചിലവഴിച്ചു. സ്റ്റില്ലായിട്ടുള്ള കുറേ പ്രതിമകൾ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പക്ഷികളും മൃഗങ്ങളും മാനും ഒക്കെ ആയിട്ട് കണ്ടു. പിന്നെ അവിടെ ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. പക്ഷി വളർത്തുന്ന സങ്കേതം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ അവിടെയൊന്നും ഫീസ് കൊടുത്ത് കയറാൻ നിന്നില്ല. ഞങ്ങൾ പുറത്ത് കൂടെ പോയി നടന്ന് കാണാനുള്ളതൊക്കെ അങ്ങനെ കാണുക ചെയ്തത്. അതിനുശേഷം പിന്നെ വീണ്ടും അവിടെ നിന്ന് തിരിച്ച് ദലൈലാമകൾ താമസിക്കുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങളെ ഡ്രൈവർ കൊണ്ടുപോയത് കേട്ടോ. അവിടെ കൊണ്ടുപോയി അവിടെ അവരുടെ ജീവിത രീതി, അവർ മാത്രമുള്ള ആൾക്കാർ, പുറത്തുനിന്നുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാരെ വിസിറ്റേഴ്സിനെ കാണാൻ അനുവദിക്കുന്ന മാത്രം. പക്ഷെ അല്ലാതെ ആര് അവരുടെ പ്രാർത്ഥനാ സ്ഥലത്തിൻ്റെ ഉള്ളിലേക്കോ അങ്ങനെയൊന്നും നമ്മളെ കയറാൻ സമ്മതിക്കില്ല. ഇത് അവരുടെ പ്രാർത്ഥനാ സ്ഥലമാണ് കേട്ടോ, അങ്ങനെ കാണാൻ സമ്മതിക്കില്ല. നമ്മൾ എന്നിട്ട് പുറത്തിരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെയൊക്കെ നിന്ന് എല്ലാവരും കണ്ട് തിരിച്ചു ഞങ്ങൾ സന്തോഷത്തോടെ ചിരിയും പാട്ടും കളിയൊക്കെ ആയിട്ട് തിരിച്ചു പോന്നു കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യാൻ മറക്കരുതേ.